ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അതായത് KK-Moon എന്ന് പറഞ്ഞ കമ്പനിയുടെ രണ്ട് സബ്മേഴ്സിബിൾ വാട്ടർ പമ്പാണ്. ഒന്ന് 12 വോൾട്ടിൻ്റെയും മറ്റേത് 24 വോൾട്ടിൻ്റെയും ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒട്ടും താമസിക്കുന്നില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 12 വോട്ടിൻ്റെ സബ്മേഴ്സിബിൾ വാട്ടർ പമ്പാണ്. അപ്പം നല്ല പാക്കിംഗ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പ്രിൻറ്റിംഗ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അതിൻ്റെ റേറ്റും സംഭവം എന്താണെന്നും ജസ്റ്റ് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളായിരുന്നു. 12 വോട്ട് DC 5 മീറ്റർ ഹെഡ്, അത് നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റിയിരുന്നു. അപ്പം നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ എൻ്റെ എല്ലാ അൺബോക്സിങ് വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുടെ ബോക്സ് പൊട്ടിക്കുമ്പം നമുക്ക് ഇത് വേണ്ടെങ്കിൽ തിരിച്ചയക്കണം എന്ന രീതിയിൽ മാത്രമേ പൊട്ടിക്കാവൂ. അല്ലാതെ ഈ ഒരുമാതിരി നമുക്ക് തിരിച്ചയക്കാൻ പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ വേറെ ബോക്സ് അന്വേഷിച്ച് പോകേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പാക്കേജൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ പമ്പ് നേരെ കൊണ്ടുവന്ന് ഡയറക്റ്റ് AC-യിലൊന്നും കൊണ്ട് കൊടുക്കല്, കത്തിപ്പോകും. പിന്നെ സോളാറിൽ കൊടുക്കാനാണെങ്കിൽ DC ആണ് വരുന്നത് എങ്കിലും നമുക്ക് ബക്ക് കൺവെർട്ടർ വെച്ച് ഈ 12 വോൾട്ട് എന്നുള്ളത് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇതേ കൊണ്ടുവന്ന് കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ മോട്ടറിന് കേടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ ചെറുതാണ്. ബോക്സ് ഓഫ് കണ്ടപ്പോൾ വിചാരിച്ചു അത്യാവശ്യം അത്രയെങ്കിലും കാണുമെന്ന്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത് 12 mm ആണ്, അതുപോലെ ഔട്ട്ലെറ്റും 12 mm ആണ് വരുന്നത്. പിന്നെ അതിലൊരു ലേബലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ മെയ്ഡ് ഇൻ ചൈന, പിന്നെ 12 വോട്ട് DC, പിന്നെ ആണെങ്കിൽ 5 മീറ്റർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 5 മീറ്റർ ഹെഡ് പറഞ്ഞത് തള്ളിയതാണെന്നാണ് തോന്നുന്നത്, കാരണം എനിക്കൊരു 3.5 ഒക്കെ കിട്ടുന്നുള്ളൂ. ഇതിൽ ത്രെഡ് ടൈപ്പ് കൊണ്ട് കയറ്റുന്നതിലും നല്ലത് വല്ല പൈപ്പ് ഓസൊക്കെ ചൂടാക്കി കയറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ അടിയിൽ 4 ബുഷ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ്സിലൊക്കെ നമുക്ക് സക്ക് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ഒരു ഫീമെയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ അഡാപ്റ്ററിൽ നിന്ന് മെയിൽ കൊണ്ടുവന്ന് ഇതേ കൊണ്ടുവന്ന് കണക്ട് ചെയ്യേണ്ടതാണ്. 12 വോട്ടിൻ്റെ അഡാപ്റ്റർ ആയിരിക്കണം കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സോളാറിൽ നിന്ന് ബക്ക് കൺവെർട്ടർ വെച്ച് ഇതിൽ പവർ സപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ മോട്ടർ ചിലപ്പോൾ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മെയ്ഡ് ഇൻ ചൈനയാണ്. അത്യാവശ്യം നല്ലൊരു അക്വാപോണിക് സിസ്റ്റത്തിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു മോട്ടറാണിത്. ഇത് 1000 ലിറ്റർ പെർ അവർ ഇത് പമ്പ് ചെയ്യുന്നത്. ബ്രഷ്ലെസ് ആണ്, അതുകൊണ്ട് തന്നെ സ്പാർക്ക് ഒന്നും വരുത്തില്ല. പിന്നെ നമുക്കിപ്പം കുറഞ്ഞതൊരു 6 വോട്ട് തൊട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ വെയിൽ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിൻ്റെ വില നമുക്ക് വന്നത് 2814 രൂപയാണ് വന്നത്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ 12 ഔട്ട് ചെയ്യുന്ന കൊടുത്തതാണ്. അത്യാവശ്യം നമ്മളൊരു ഓസ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരു 1.5 മീറ്റർ കൂടുതൽ ഹൈറ്റിൽ നോർമലായിട്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാപ്പിൻ്റെ ചാർജർ ചെറുതായിട്ട് ലൂസ് ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വിട്ട് പോകുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ കറക്റ്റൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള സാധനമാണ് ബക്ക് കൺവെർട്ടർ. നമ്മൾ പറഞ്ഞതാണ് മറ്റേ വീഡിയോയിൽ ബക്ക് കൺവെർട്ടറിൽ കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് കൊടുക്കാവുന്ന. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം 2 സ്ക്രൂ കാണാം. ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് വോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 4 സ്ക്രൂ ഇവിടെ കൊടുത്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ സോളാറിൽ നിന്ന് വരുന്ന 2 എണ്ണം കൊടുക്കാനും പിന്നെ അതിൽ നിന്ന് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ പമ്പിലോട്ട് പോകാനുള്ളതുമാണ് ബാക്കി 2 എണ്ണം. നിങ്ങൾക്ക് കാണാം ഇന്നിന് ഒരു പ്ലസും മൈനസും ഉണ്ട്, ഔട്ടിന് ഒരു പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ബക്ക് കൺവേർട്ടർ. ഇതിന് ഏതാണ്ട് 400 സംതിങ് ആയിരുന്നു വില വന്നത്. അപ്പോൾ നമ്മൾ സോളാർ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇത് കൊടുക്കുമ്പം ഇതിലൊരു ബ്ലൂ ലൈറ്റ് കത്തും. റെഡ് ലൈറ്റ് കത്തിയാൽ ഇത് എന്തോ എറർ ഉണ്ടെന്നാണ്, സർക്യൂട്ടിൽ എന്തോ എറർ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് അടുത്ത ഒരു അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. അടുത്ത നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേ കമ്പനിയുടെ തന്നെ, അതായത് KK-Moon എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ 24 വോട്ടിൻ്റെ ബ്രഷ്ലെസ് സോളാർ വാട്ടർ പമ്പാണ്. മറ്റേത് 1000 ലിറ്റർ പെർ അവർ ആയിരുന്നു പമ്പ് ചെയ്യുന്നത്. അപ്പം ഇത് വരുന്നത് 800 ലിറ്റർ പെർ ഹവറാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് വിലയുടെ വ്യത്യാസമുണ്ട്. മറ്റേത് 2814 ആയിരുന്നു 12 വോട്ട്സിന്. അതേസമയം ഇത് വരുന്നത് 2359 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എനിക്കൊരു ഡാറ്റ കേബിൾ ഫ്രീ കിട്ടി. അത് എന്തിനാ തന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഫ്രീ ആണോ അതോ അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല പാക്കിംഗ് ആയിരുന്നു. മറ്റേനേക്കാളിലും ഒരു ബാർകോഡൊക്കെ വെച്ച് ഏകദേശം നമുക്ക് കണ്ടാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അൺബോക്സ് ചെയ്യാൻ തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. പിന്നെ ഇതിൻ്റെ വയർ മറ്റേനേക്കാളും വളരെ നീളം കുറവായിരുന്നു.
എനിക്ക് തോന്നുന്നു വിലയുടെ വ്യത്യാസത്തിലാണെന്ന് തോന്നുന്നു ഒരു വയറിന് നീളം കുറച്ചതെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അതിലെഴുതിക്കുന്ന സീലിങ്ങും ബാക്കിയെല്ലാം മാറുന്നുള്ളൂ. കാണാം DC 24 വോട്ട്, ഹൈറ്റ് എഴുതിക്കുന്നത് 4 to 6 മീറ്റർ ആണ്. മറ്റേതിനെ അപേക്ഷിച്ച് ഇത് 600 തൊട്ട് 800 ലിറ്റർ പെർ ഹവറാണ് പമ്പ് ചെയ്യുന്നത്. അപ്പം മറ്റേതായിരുന്നെങ്കിൽ 1000 ലിറ്റർ വരെ ഒരു ഹവറിൽ പമ്പ് ചെയ്യുമായിരുന്നു. അതിനനുസരിച്ച് വിലയുടെ വ്യത്യാസം വരുന്നുണ്ട്. ബ്രഷ്ലെസ് മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്പാർക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ വയറിന് കുറച്ച് നീളമാകാമെന്നു എന്ന് തോന്നി. മറ്റേതിൻ്റെ അടിയിലായിരുന്നെങ്കിൽ ഒരു സക്ക് ചെയ്യാൻ ബുഷൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്കൊരു ഡാറ്റ കേബിൾ കിട്ടി. അത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ അങ്ങനെ വല്ലതും യൂസ് ചെയ്യാം. നമ്മുടെ ഈ 2 പമ്പും സോളാറിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞ വാട്ട്സിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ വെയിൽ കുറയുകയോ കൂടുകയോ ചെയ്യുന്നത് ഇതിന് പ്രശ്നമാകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സോളാർ അൺബോക്സ് ചെയ്യുന്നതും ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് അതെങ്ങനെ വാട്ടർ പമ്പ് അക്വാപോണിക്സിലൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.